ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ബീഫ് പെപ്പർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി ഒരു 1 kg ബീഫ് ഞാൻ നുറുക്കി ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഒരു സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ഫുൾ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒരു 1 അവറോളം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിനി വേവിച്ചെടുക്കാം. 5 വിസിലാണ് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ബീഫ് 5 വിസിലൊക്കെ അടിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റീം പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ബാക്കി കുറച്ച് വെള്ളം ഉണ്ടാവും, അതും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കണം. ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി പാൻ ചൂടാക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള, 2 അല്ലി വെളുത്തുള്ളി ഇതിട്ട് വഴറ്റിയെടുക്കുവാണ്. സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ഞാൻ ബ്ലാക്ക് പെപ്പറാണ് യൂസ് ചെയ്യുന്നത്. കുരുമുളക് പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം.
പുതിനയുടെ ഇല ഉണ്ടെങ്കിൽ കുറച്ച് പുതിനയുടെ ഇലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക.